ഹലോ ഗായ്സ്, ഇന്ന് വല്യച്ഛൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് അമ്മ നാളെ നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. വല്യച്ഛൻ്റെ മോൻ്റെ ഇളയാട്, രണ്ടാമത്തെ ആട്. അപ്പം അവൻ്റെ കല്യാണത്തിന് വേണ്ടി വന്നേ. അപ്പം നമ്മൾ ബന്ധുക്കാരൊക്കെ വരുമല്ലോ. അങ്ങനെ ഞങ്ങൾ വല്യച്ഛൻ്റെ അങ്ങോട്ട് വന്നിട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വല്യച്ഛൻ്റെ വീട്ടിൽ വരുന്നുണ്ടാണ്. അങ്ങനെ പിന്നെ അമ്മയും ഞാനും അനിയത്തിയും കൂടെ വന്ന ഏട്ടൻ പിന്നെ പുറകെ വരും. പിന്നെ അതുമല്ല, പിന്നെ അവിടെ ഇടക്കുളങ്ങര അമ്പലത്തിനടുത്തൊരു കടയുണ്ട് പൂ കിടങ്ങാൻ വേണ്ടി. അവിടെ നിന്ന് പൂവിന് അരുളിപ്പൂവിനൊക്കെ ഭയങ്കര വില. പിന്നെ മുല്ലപ്പൂ കുറച്ച് മേടിച്ച് അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ വന്നിട്ട് വല്യമ്മയുടെ അങ്ങോട്ട് വന്നിട്ട് സദ്യയൊക്കെ കഴിച്ചു. ഇതാണ് പുതിയ ചെറുക്കം കേട്ടോ. കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അവനായിട്ട് ഇളക്കുവാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നാളെ ലേറ്റ് ആയി കഴിഞ്ഞാലോ കാലൊക്കെ ആയി കിടന്നപ്പോൾ പിന്നെ രാവിലെ എണ്ണിച്ച് കുളിച്ച് അത്തപ്പൂവൊക്കെ ഇട്ട് വിളക്ക് കത്തിച്ച് നേരെ പിന്നെ വീട്ടിലോട്ട് വന്ന് റെഡിയായി. ഞാനും അമ്മയും അച്ഛനും അനിയത്തിയും എല്ലാം ഉണ്ട് കേട്ടോ. ഏട്ടൻ പിന്നെ റെഡിയായി നേരത്തെ വല്യച്ഛന് വീട്ടിലോട്ട് പോയി കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു 9 മണിയപ്പോൾ വന്നു. പിന്നെ അവർ ദക്ഷിണ കൊടുക്കൽ അങ്ങനെയുള്ള ചടങ്ങൊക്കെ ഉണ്ടല്ലോ നമുക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വണ്ടിയിലോട്ട് കയറാൻ പോവാണ്. പിള്ളേരെ കൂട്ടത്തിൽ ഇനി ഞാൻ എല്ലാവരെയും കല്യാണം കഴിഞ്ഞ് പിന്നെയുള്ള പെൺപിള്ളേർ എൻ്റെ പിന്നെ അനിയത്തി മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ട് പിന്നെയുള്ള പിള്ളേരെല്ലാം കുഞ്ഞു പിള്ളേർ എത്ര ദിവസം കല്യാണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുറച്ച് ആൾക്കാർ അവരെ കുറച്ച് ആൾക്കാരൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ അടിപൊളി കിടക്കാച്ചി കല്യാണമായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്നിട്ടോ. പിന്നെ കല്യാണം കാലാസമൊക്കെ കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തലയിട്ടൊക്കെ കഴിഞ്ഞിട്ടോ അല്ലേ. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ബന്ധുക്കാരാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഒക്കെ നിന്നിട്ടോ. പിന്നെ എല്ലാ ബന്ധുക്കാരും ഇങ്ങനെയൊക്കെ ഒരു ചടങ്ങ് വരുമ്പോൾ എല്ലാ ബന്ധുക്കാരെയും കാണുന്നത്. പിന്നെ സദ്യ ആയിരുന്നു കേട്ടോ. അതിൽ പായസം, പ്രഥമനും ബ്രഹ്മസലിയൊക്കെ അതൊക്കെ കൂടി കഴിച്ചിട്ടോ. പിന്നെ അവിടുന്ന് ഒരു റോസാപ്പൂ കിട്ടി. അതെനിക്ക് കൊച്ചച്ഛൻ്റെ മോൻ ഇടയ്ക്ക് വന്ന്. പിന്നെ നേരെ പിന്നെ ഞങ്ങൾ വല്യച്ഛന് വീട്ടിലോട്ട്. അപ്പം പെണ്ണ് ചെറുക്കനെല്ലാം വന്ന്. പിന്നെ പിന്നെ ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ, അമ്മായിമ്മമാർക്ക് വളയൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വല്യമ്മയ്ക്ക് അങ്ങനെ ഒരു വളയും കിട്ടി കേട്ടോ. ആണ് ചടങ്ങിന് വരുന്നത്. അപ്പോഴത്തേന് ഞങ്ങൾ വീട്ടിലോട്ട് പിന്നെ വന്നു കേട്ടോ. അപ്പം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഏട്ടനും ചെറിയ ഇച്ചിരി കഴിഞ്ഞേ വരത്തുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ വന്ന് സംസാരിച്ചിരുന്നു. പിന്നെ നമ്മുടെ പിരിയ കേക്ക് മുറി ഉണ്ടായിരുന്നു. കേക്കുമൊക്കെ പിന്നെ കുറച്ച് കഷ്ണം കേക്കും കഴിച്ചിട്ട് പിന്നെ കൊഞ്ഞമ്മയും അതുപോലെ കസിനും ഒക്കെ ഉണ്ടായിരുന്നല്ലേ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകും. അടുത്ത വീട്